രാത്രി ഇപ്പൊ ഞാൻ വളരെ പബ്ലിക്കായിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് ഞാൻ പറയുന്നത്, ഫെഫ്കയുമായിട്ട് എനിക്ക് ഇനിമേൽ ഒരു ബന്ധവുമില്ലെന്ന്. ഞാൻ ഇന്ന് ഔദ്യോഗികമായി തന്നെ ഞാൻ ഫെഫ്കയ്ക്കും ഡബ്ബിംഗ് അസോസിയേഷനും രാജിക്കത്ത് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ കൊടുത്തിരിക്കും. ഇത് ഞാൻ ആ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളതിന് സമൂഹം മുഴുവനും സാക്ഷിയാണ്, മാധ്യമങ്ങളും സാക്ഷിയാണ്. ശരി, ഈ താരസംഘടനയുടെ നിലപാടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ എല്ലാ സംഘടനകളും ആ നിലപാടെടുക്കുകയാണ്. ഇപ്പോൾ ഫെഫ്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സഹസംവിധായകനായി മാത്രം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ വന്ന് ഇതിന്റെ ഭാഗമായി നിൽക്കുന്നതിൽ എന്താണ് കുഴപ്പം എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഇപ്പോൾ നേരത്തെ ചോദിച്ചത്. താരസംഘടനയിൽ അദ്ദേഹം പ്രധാനിയാകുമല്ലോ സ്വാഭാവികമായും. താരസംഘടന എടുക്കുന്ന നിലപാടും എന്തായിരുന്നു? വളരെ പെട്ടെന്ന് തന്നെ യോഗം ചേർന്നല്ലോ. ആരും സംഘടനാ ഭാരവാഹികളൊന്നും പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ലെങ്കിലും അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും താരസംഘടന എന്നാണ് അവൾക്കൊപ്പം എന്നൊരു നിലപാട് എടുത്തിട്ടുള്ളത്? എന്നെങ്കിലും എടുത്തിട്ടുണ്ടോ? 2017 മുതൽ അവൾ ഈ ഇൻസിഡന്റ് നടക്കുന്നതിന് മുൻപ് കൊടുത്ത പരാതി പോലും സ്വീകരിക്കാത്തൊരു സംഘടനയാണ് താരസംഘടന. ഈ അമ്മ എന്ന് പറയുന്ന സംഘടന അവളെ പരിഗണിച്ചിട്ട് പോലുമില്ല. പക്ഷേ സ്ത്രീകൾ തലപ്പത്ത് വന്ന ശേഷം കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും അവരുടെ പ്രതികരണങ്ങളിലും അത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല അവരുടെ നടപടികൾ. അവർ ഇതുവരെ ആരൊക്കെയാണോ ഉണ്ടായിരുന്നത് അവരുടെ വാക്കുകളാണ് ഇവരുടെ ശബ്ദത്തിൽ കൂടി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ഭാരവാഹിയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഡയലോഗ് ഞാൻ കേട്ടു, ഞങ്ങൾക്ക് അവനും വേണം അവളും വേണം. അതെങ്ങനെയാണ് സ്മൃതി നടക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് ശരിയും വേണം തെറ്റും വേണം എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ വാദിയോടൊപ്പം നിൽക്കും, ഞാൻ പ്രതിയോടൊപ്പം നിൽക്കും എന്ന് പറയുന്നത് നിലപാടല്ല. ശരി.